ഞാനേ നമ്മുടെ ചെരുപ്പിന്റെ ഫ്ലോറിലേക്ക് ചെപ്പൽസിന്റെ ഫ്ലോറിലേക്ക് കയറിയപ്പോൾ സത്യസന്ധമായിട്ടുള്ള ഒരു റിവ്യൂ ഇവിടെ സാറ് പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഒരു റിവ്യൂ തരാമോ സാറേ? സാറേ എവിടുന്നാ വരുന്നേ? ഞാൻ കായംകുളത്ത് നമ്മള് ഈ ഷോപ്പിനെ കുറിച്ച് അറിഞ്ഞിട്ട് വന്നതാണ്. ഷോപ്പിനെ കുറിച്ച് നേരത്തെ അറിഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇതില് ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും കണ്ടതല്ല ഇവിടെ വന്നപ്പോൾ. എനിക്ക് വളരെ കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കസ്റ്റമർ ഡീലിംഗ് ഭയങ്കര എക്സലൻ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇന്ന് പെരുന്നാളായിട്ട് പോലും ഇവരെല്ലാം ടയർഡാണ്. പക്ഷെ നമ്മൾ ഇപ്പം ഏകദേശം 9:30 കഴിഞ്ഞു. 9 o'clock വരെ എങ്ങാണ്ടേ ഉള്ളൂ ഈ ഷോപ്പ്. ഇപ്പോഴും നമ്മൾ ഓരോന്നും പറയുമ്പോഴും അവർ ശരി സാർ ഞങ്ങളിപ്പോൾ എടുക്കാം അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പം ഈ വന്ന കാലത്ത് ഇതിൻ്റെ അടുത്ത് തന്നെ എത്രയോ ഷോപ്പുകളുണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ വരുമ്പം നമ്മളെ ഇവിടുത്തെ ഈ കാണുന്നത് നമ്മളൊക്കെ എടുക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇവിടുത്തെ ഡീലിംഗ് ആണ്, കസ്റ്റമർ ഡീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തില്ലാത്ത മോഡലുകൾ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞല്ല, പക്ഷെ നമുക്കത് എടുക്കാൻ തോന്നുന്ന നിങ്ങളുടെ ഡീലിംഗ് ഭയങ്കര എക്സലൻ്റ് ആണ്. അതിനകത്ത് നിങ്ങളെ അപ്രിഷ്യേറ്റ് ഞാൻ ചെയ്യാതെ പോകുന്നത് വളരെ മോശമാണ്. എന്നോട് ആരും പറഞ്ഞിട്ടല്ല ഇത് ഞാൻ ചെയ്യുന്നത്. എനിക്ക് ഇവിടുത്തെ ഈ പിന്നെ സെലക്ഷൻ ആണെങ്കിൽ നല്ല രീതിയിൽ സെലക്ഷൻ ഉണ്ട്. സാരീസിന്റെ ഒക്കെ എങ്ങനെയുണ്ട് മോളെ? ഓക്കെ ആയിരുന്നോടാ? സാരീസ്, ഷർട്ട്, ചെരുപ്പ്. ഇപ്പൊ ചെരുപ്പൊക്കെ തന്നെ ഞങ്ങളെ ഇതിനകത്ത് കയറിയിട്ട് ഞങ്ങൾ പറയുമായിരുന്നു, നമ്മൾ പല ഷോപ്പുകളിലും കയറുന്നു, ചെരുപ്പിനൊക്കെ വളരെ പ്രൈസ് കുറവ്. പ്രൈസ് ഇപ്പം നമുക്ക് എങ്കിലും ഇവിടെ നോക്കിയിട്ട് നമ്മുടെ സൈസ് ഇല്ലെങ്കിൽ അപ്പം നമ്മളെ വാച്ച് ചെയ്ത് നിങ്ങളുടെ സ്റ്റാഫ് നിൽക്കുക, ഇതെന്താ പറ്റുന്നില്ലയോ എങ്കിൽ പിന്നെ അടുത്തെടുത്ത് തരാം. അപ്പം നമ്മൾ സമയം നോക്കും, ഇവിടെ എത്ര മണിക്കാണ് അടയ്ക്കുന്നതെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവർ 9 മണി. അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് എടുത്തു തരാം, അത് വിഷയമല്ല. ഇപ്പോഴും അവർ ചെരുപ്പെടുക്കാൻ എന്താ പറ്റും. അതുകൊണ്ട് എല്ലാവർക്കും ഇതൊരു മാതൃകയായിരിക്കും സ്റ്റാഫിന്റെ. ആണല്ലേ സാറ്? ഞാൻ അവിടെ നിന്നപ്പോൾ സാർ എന്നോട് ഇങ്ങോട്ട് വന്ന് പറയുമായിരുന്നു, മേഡം ഇങ്ങനെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഇതുപോലാണ് സ്റ്റാഫിന്റെ. അപ്പോൾ അതാ ഞാൻ സാറിന് റിവ്യൂ ആയിട്ട് പറയാമോന്ന് ചോദിച്ചു. സാർ അതെന്താ ഞാൻ പറയാം, എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നതെന്ന് പറയും. അതുപോലെ തന്നെ സാർ എങ്ങനെയുണ്ട് സാറേ? സാറും കൂടെ ഒരു വാക്ക് എന്തായാലും, കാരണം ബിസിനസ് ചെയ്ത് ശീലമുള്ള ഒരാളുമാണ്. പറഞ്ഞിട്ട് എൻ്റെ കഥ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ഞങ്ങൾ സംസാരിച്ചു, ബിസിനസിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സാറിന്റെ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞു തന്നു. ഒത്തിരി സന്തോഷം. ഒത്തിരി ബുദ്ധിമുട്ടുകളിൽ നിന്നും തീർച്ചയായിട്ടും കയറി വന്ന. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരേ രീതിയിലാണ് മുമ്പോട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ കൂടുതൽ പേഴ്സണലി സംസാരിച്ചപ്പം ഞങ്ങളുടെ പാതകൾ രണ്ടും ഒന്നാണ്. അപ്പം അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വിലയുടെ ഭാഗത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ ഉദ്ദേശിച്ച പോലെ രീതിയൊന്നുമല്ല, വളരെ ചീപ്പാണ് ആൻഡ് ബെസ്റ്റ്. ഷർട്ടിനൊക്കെ ഞാൻ നോക്കിയിട്ട് 450 രൂപയൊക്കെ ഞാൻ ഞെട്ടിപ്പോയി. അപ്പം ഞാൻ ആ ഷർട്ടൊക്കെ എടുക്കാനായിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അളവിൻ്റെ കാര്യത്തിനകത്ത് കുറച്ച് ഇതുണ്ട്. അപ്പം പിന്നെ എല്ലാം കൊണ്ട് പിന്നെ പെട്ടെന്നുള്ള സുറുമയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷേ ഇവിടുത്തെ രീതികളും മേഡത്തിനെ കണ്ടിട്ട് നേരത്തെയുള്ള പരിചയം പോലെ പണ്ട് കണ്ടുമുട്ടിയ ഒരു രീതി പോലെ ഒരു ജാടയോ ഒരു രീതികളോ ഒന്നുമില്ല. എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക, നോക്കുക. ഇത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നൊന്നുമല്ല, ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ അനുഭവം കണ്ടിട്ട് ഞങ്ങൾ പറയുവാണ്. എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ, നിങ്ങൾക്ക് താല്പര്യമായിട്ട് എടുക്കുക. അല്ലെ ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് സ്റ്റാഫിന്റെ ഡീലിങ്, ഇത് ഓണറാണെന്ന് ഞങ്ങൾ പിന്നെ അറിയാം. ഞങ്ങൾ വിചാരിച്ച സ്റ്റാഫിൽ ഒരാളായിരിക്കും. അതുപോലെ സത്യം ഞാൻ അങ്ങനെയാണ് അന്ന് തൊട്ട് ഇന്ന് വരെ എന്റെ സ്റ്റാഫിനോടൊപ്പം ഞാൻ കസ്റ്റമർ നിന്നാൽ ഞാൻ അവർക്ക് എടുത്തു കൊടുക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു ഇതില്ല, എല്ലാവരും ഒന്നല്ലേ. പിന്നെ തീർച്ചയായിട്ടും അവരുണ്ടെങ്കിലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ നോക്കൂ. അത് എല്ലാവർക്കും ഒരു മാതൃകയാണ്. വളരെ ഹാപ്പി ആയി. ഓക്കെ, താങ്ക് യു സാർ, ഒത്തിരി സന്തോഷം. ഓക്കെ മോളെ, ഒത്തിരി സന്തോഷം. ഇനി വരാം, മറ്റുള്ളവരോട് പറയാം. പെരുമാറ്റവും കാര്യങ്ങളൊക്കെ വളരെ കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഓക്കെ സാർ, ഓക്കെ.